ഓഗസ്റ്റിൽ നടന്ന ലാബ് അറ്റൻഡർ പരീക്ഷയുടെ കറണ്ട് അഫയർ ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂപൻ ഹസാരിക സേതു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഈ പറയുന്ന പദവികളിൽ പലതിലും മാറ്റം വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? നവജീവൻ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ജൂലൈ 14, 2023. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ വല്ലി. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് നീലവെളിച്ചം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം കോ പൈലറ്റ്. അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരുന്നു. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. അല്ല, അത് തെറ്റാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. അത് ശരിയാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. അതും ശരിയാണ്.